ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അനുവേട്ട, എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങണം. അവളെ കണ്ടുപിടിക്കണം. എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് ഇറക്കാൻ അനുവേട്ട. ഇതൊക്കെ കള്ളക്കേസാ. ഞാൻ ആരെയും കൊന്നിട്ടില്ല. അത് വെറും ലോക്കപ്പിന്റെ വാതിലല്ല, നിന്റെ ജീവിതത്തിന്റെ വാതില. സാർ പ്ലീസ്. നീ ഇനി പുറലോകം കാണത്തില്ല. ഇയാൾ അനിരുദ്ധനെ വെടിവെച്ച് കൊല്ലുന്നത് ഞാൻ കണ്ടതാ. അതിനുശേഷം ഇയാൾ ആ മൃതദേഹം ചാക്കിലാക്കി പാറമടയിൽ ഉപേക്ഷിക്കുന്നതും ഞാൻ കണ്ടു സാർ. ഇനി അർച്ചനെ നീ അങ്ങ് മറന്നേക്ക്. അവളെ നിനക്ക് ഈ ജന്മം കിട്ടാൻ പോകുന്നില്ല. നിന്റെ എല്ലാ അന്വേഷണങ്ങളും ഈ ലോക്കപ്പിനുള്ളിൽ അവസാനിച്ചു. എന്തു വേണം? സാർ, ഞങ്ങള് ലോക്കപ്പിൽ കിടക്കുന്ന സച്ചിയെ കാണാൻ വേണ്ടി വന്നതാ. സച്ചി എൻ്റെ അളിയനാ. ഇത് സച്ചിയുടെ പെങ്ങളാ സാറേ. ആരെയും കാണിക്കേണ്ടെന്നാണ് CI സാർ പറഞ്ഞിരിക്കുന്നത്. അയ്യോ അനുവേട്ടാ, അതുകൊണ്ട് കാണിക്കാൻ ബുദ്ധിമുട്ടാ. നിങ്ങൾ പോയി CI സാറിനെ ചെന്ന് കാണും. അയ്യോ അങ്ങനെ പറയില്ല സാറേ, എനിക്ക് എൻ്റെ ഏട്ടനെ ഒന്ന് കാണണം. അതെ, കരച്ചിലും വീഴ്ചിലും ഒന്നും ഇവിടെ വേണ്ട. ഈ രാത്രി എന്റെ പ്രതിയെ കാണാൻ പറ്റില്ല, മനസ്സിലായോ? നിങ്ങൾ പോണം. എന്താ സാറേ? ഇവരാ ലോക്കപ്പിൽ കിടക്കുന്നവരെ കാണാവുന്നതാ. ആരെ കാണിക്കണ്ടെന്നാ CI സാർ പറഞ്ഞിരിക്കുന്നത്. എന്താ സാറേ ഇത്? യൂണിഫോം ഇട്ടെന്ന് കരുതി ഇങ്ങനെ മനുഷ്യത്വം ഇല്ലാതാകരുത്. ഇവരെനിക്ക് വേണ്ടപ്പെട്ടവരാ. എന്നെ ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. പണ്ട് നെല്ലിശ്ശേരി ഗ്രൂപ്പിൽ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്തിരുന്ന വിശ്വനാഥന്റെ അനിയനാ ഞാൻ. ഇത് CAയോടൊന്നും പറയാൻ നിൽക്കണ്ട. പറയേണ്ടത് ഞാൻ പറഞ്ഞോളാം. രാജീവ് സാർ അങ്ങനെ അറിഞ്ഞോണ്ടല്ലോ. സാറേ, ഇവര് കണ്ടിട്ട് പെട്ടെന്ന് പൊക്കോളും. ഇനി അഥവാ സാറിന് പറഞ്ഞേ പറ്റുന്നാണെങ്കിൽ ഞാനാണ് കൊണ്ടുപോയി കാണിച്ചെന്ന് പറഞ്ഞു. നിങ്ങൾ വാ. എന്തേലും ആവട്ടെ. ഏട്ടാ, മോളെ, നിങ്ങൾ സംസാരിക്കേ. അധികം സമയമെടുക്കരുത്. മോളെ, അനുവേട്ട, സ്നേഹ, ഞാൻ അർച്ചനെ കണ്ടു. ഞാൻ പറയുന്നത് സത്യ. അവിടെ ആ ഹോസ്പിറ്റലിൽ അവളുണ്ടായിരുന്നു. ഞാൻ അവിടേക്ക് ഓട്ടം പോയതാ. ഞാൻ പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല. സച്ചിയേട്ടാന്ന് വിളിച്ച് അവൾ എന്റെ അടുത്തേക്ക് ഓടി വന്നതാ. ഞാൻ അവളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ തുടങ്ങിയതാ. അപ്പോഴാ പോലീസുകാരെന്നെ പിടിച്ചത്.
സച്ചി അങ്ങോട്ട് പോയി? അനുവേട്ട അറിയില്ല. ആരൊക്കെ ചേർന്ന് അവളെ പിടിച്ചോണ്ട് പോയി. അവളിപ്പോ ആരുടെ തടവറയില്ല. അനുവേട്ട അവളെ രക്ഷിക്കണം. എങ്ങനെയെങ്കിലും അവളെ ഒന്ന് രക്ഷിക്കണം. സച്ചി വിഷമിക്കണ്ട, നമുക്ക് അന്വേഷിക്കാം. ഏട്ടന് പോലീസുകാർ ഒരുപാട് തല്ലിയോ? അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എന്തു വേദനയും കഷ്ടപ്പാടും സഹിക്കാൻ ഞാൻ തയ്യാറാ. എനിക്ക് എന്റെ അർച്ചനെ തിരിച്ചു കിട്ടിയാൽ മതി. ഞാൻ കാല് പിടിച്ചു പറഞ്ഞു, ആരും ഒരു ദയം കാണിക്കുന്നില്ല. ഈ പറഞ്ഞ സത്യമാണെങ്കിൽ ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കാം. അനുവേട്ട സത്യ അല്ല, ഞാൻ വെറുതെ കള്ളം പറയോ? നേരത്തെ ഒരുപാട് സ്ത്രീകളെ കണ്ട് അർച്ചനാണെന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അതിന്റെ പേരില് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതങ്ങനൊന്നുമല്ല. ശരിക്കും എന്റെ അർച്ചന തന്നെയാ. അപ്പോ ഏട്ടത്തെ പിടിച്ചോണ്ട് പോയൊരു കാരാ? മോളെ, എനിക്കറിയില്ല. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് അവൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ എന്റെ സങ്കടം കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ദൈവം തന്നെ കൊണ്ടുവന്നതായിരിക്കും. അനുവേട്ട ഒരു കാര്യം ഉറപ്പാ, എന്റെ അർച്ചന ഈ നാട്ടിൽ തന്നെ ഉണ്ട്. എന്റെ അന്വേഷണങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം ദൈവം എനിക്കിന്ന് തന്നു. അനുവേട്ട അനുവേട്ട എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങണം. അവളെ കണ്ടുപിടിക്കണം. എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് ഇറക്കാൻ അനുവേട്ട. ഇതൊക്കെ കള്ളക്കേസാ. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഇതിനു പിന്നിലും അവള് തന്നെ ആയിരിക്കും, ആ അവന്തിക. അല്ലാതെ നമ്മളിങ്ങനെ പിന്നാലെ നടന്ന് ദ്രോഹിക്കാൻ മറ്റാരാ ഉള്ളത്? എനിക്ക് ഉറപ്പാ അവള് തന്നെയാ. എങ്ങനെയെങ്കിലും നല്ലൊരു വക്കീലിനെ കണ്ടുപിടിച്ച് നാളെ തന്നെ ജാമ്യത്തിനുള്ള ഏർപ്പാട് ചെയ്യാം. ഏട്ടൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല. ഞാൻ ഏട്ടന് കഴിക്കാനുള്ള ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. ആ സിഐ ഇതിനൊന്നും സമ്മതിക്കില്ല. അയാളൊരു ദുഷ്ടനാ. എന്നെ എങ്ങനെങ്കിലും ഈ കേസിൽ കൊടുക്കണമെന്ന് അയാൾക്ക് നിർബന്ധമുള്ള പോലെ എനിക്ക് തോന്നുന്നത്.